ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം 2 ശമൂവേൽ 15-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. ദാവീദ് രാജാവിൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കുതന്ത്രങ്ങളും മനുഷ്യരെ സ്വാധീനിക്കുവാൻ വേണ്ടി അവൻ പ്രയോഗിച്ച കൗശലങ്ങളും വെളിപ്പെടുത്തുന്ന വചനമാണ് ഇന്നത്തെ വചനം. അബ്ശാലോമിൻ്റെ ഹൃദയത്തിൽ ചില ദുഷ്ടചിന്തകളുണ്ടായിരുന്നു. അത് നടപ്പിലാക്കുവാൻ വേണ്ടി അവൻ വളരെ സൂക്ഷ്മമായ പദ്ധതികൾ തയ്യാറാക്കി. തൻ്റെ പിതാവായ ദാവീദിൻ്റെ അടുക്കൽ, ദാവീദ് രാജാവായിരുന്നു, ദാവീദിൻ്റെ അടുക്കൽ കാര്യങ്ങൾ തീർക്കുവാനായി, പരിഹാരം കണ്ടെത്തുവാനായി വരുന്ന ആളുകളെ പോകുന്ന വഴിയിൽ അവൻ തടഞ്ഞു നിർത്തുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവൻ കേൾക്കുന്നു, അവരോട് സഹതാപം പ്രകടിപ്പിക്കുന്നു. അബ്ശാലോം അവരോട് പറയുകയാണ്, നിന്റെ കാര്യം നല്ലതും ന്യായം ഉള്ളതുമാകുന്നു, എന്നാൽ രാജാവിന് നിന്റെ കാര്യം കേൾപ്പാൻ സമയമില്ല, നിന്നെ കേൾപ്പാൻ ആരെയും നിയമിച്ചിട്ടുമില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ 100,000 പ്രശ്നങ്ങളുമായിട്ട് രാജാവിനെ കാണുവാൻ വരുന്ന ആളുകൾക്ക് അബ്ശാലോം തങ്ങളുടെ കൂടെയുള്ളവൻ, തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ന് തോന്നിപ്പോകും. എന്നാൽ അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിയുവാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുക എന്നതല്ലായിരുന്നു അവൻ്റെ ഉദ്ദേശം. ദാവീദ് രാജാവിനോടുള്ള ജനങ്ങളുടെ സ്നേഹവും വിശ്വസ്തതയും തകർക്കുക, സ്വന്തം ജനപ്രീതി വർദ്ധിപ്പിക്കുക, ജനപ്രിയനായിട്ട് മാറുക എന്നതായിരുന്നു അബ്ശാലോമിൻ്റെ തന്ത്രം. അവൻ പിന്നെയും പറയുകയാണ്, എന്നെ ന്യായാധിപൻ ആക്കിയിരുന്നുവെങ്കിൽ ഏവർക്കും ഞാൻ നീതി നടത്തി കൊടുക്കുമായിരുന്നു. അധികാരം ലഭിക്കുന്നതിന് മുമ്പുള്ള തൻ്റെ വാഗ്ദത്തങ്ങൾ, തൻ്റെ കഴിവുകളെ താൻ ഉയർത്തി കാണിക്കുകയാണ്. മാത്രമല്ല, നിലവിലുള്ള ഭരണ സംവിധാനത്തെയും നിയമവ്യവസ്ഥകളെയും വിമർശിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് താൻ ഇടം നേടി. വാസ്തവത്തിൽ കൗശലക്കാരെയും വശീകരിക്കുന്നവരെയും ഇന്ന് ആത്മീക ലോകത്തും ധാരാളം കാണുവാൻ സാധിക്കും. അബ്ശാലോമിനെ പോലെയുള്ളവർ, അവരുടെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നു. ഒരു വിനയത്തിൻ്റെ, താഴ്മയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് അബ്ശാലോമിനെ പോലെയുള്ളവർ ഇന്നും സമൂഹത്തിൽ വിലസുന്നത്. സാധാരണ രാജകുമാരന്മാർ ജനങ്ങളുടെ മുമ്പിൽ വിനയപ്പെടാറില്ല. എന്നാൽ അബ്ശാലോം അങ്ങനെ ആയിരുന്നില്ല. ആരെങ്കിലും അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ കൈനീട്ടി അവരെ എഴുന്നേൽപ്പിക്കുകയും, ആരെങ്കിലും അവനെ നമസ്കരിച്ചാൽ അവരെ എഴുന്നേൽപ്പിക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്തിരുന്നു. ഇത് കാണുമ്പോൾ കാണുന്നവർക്ക് തോന്നും, അവൻ വളരെ വിനയമുള്ളവനാണല്ലോ, ജനസ്നേഹമുള്ളവനാണല്ലോ. എന്നാൽ അവൻ്റെ പ്രകടനങ്ങൾ യഥാർത്ഥ വിനയത്തിൽ നിന്നുള്ളതായിരുന്നില്ല. അവൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. യഥാർത്ഥ വിനയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. വ്യാജമായ വിനയം മുഴുവൻ മനുഷ്യരുടെ പ്രശംസ നേടുവാൻ ശ്രമിക്കുന്നതാണ്. അബ്ശാലോം അങ്ങനെയുള്ളവനായിരുന്നു. വശീകരിച്ചു കളഞ്ഞു എന്നുള്ള പ്രയോഗം നാം ശ്രദ്ധിക്കണം. ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ജനങ്ങളുടെ പിന്തുണ നേടാതെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയെന്ന ധാരണ കൊടുത്തുകൊണ്ട് അവരെ വശീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിൽ കയറിപ്പറ്റുക, അവൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുക എന്നതൊക്കെ വളരെ വലിയ കാര്യമാണ്. എന്നാൽ അബ്ശാലോം ചെയ്തതെല്ലാം വ്യാജമായിരുന്നു, ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു, കാപട്യമായിരുന്നു. എന്നാൽ അബ്ശാലോമിനെയാണ് ആളുകൾക്ക് ഏറെ സ്വീകാര്യമായത്. ഇന്നും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ
ദൈവ മക്കളെ തിരിച്ചറിയുവാൻ പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നു. മുഖസ്തുതിയും ചക്കരവാക്കും പറയുന്നവരെ അവർ ആത്മീയരാണെന്ന് ചിന്തിച്ച് അവരോടൊപ്പം നിന്ന് പോകുന്ന ഒരു സാഹചര്യം. അബ്ശാലോം ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണമായിരുന്നു. നാം ഇന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ വേണ്ടി മനോഹരമായ വാക്കുകൾ പറയുന്നവരെയും സഹതാപത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തുന്നവരെയും നടപ്പിലാക്കാൻ പറ്റാത്ത വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നവരെയും ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് ആളുകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നവരെയും ആത്മീയ ഗോളത്തിൽ തിരിച്ചറിയുവാൻ ജനത്തിന് കഴിയണം. സത്യസന്ധരായവരെയും ദിവ്യ സ്വഭാവമുള്ളവരെയും ദൈവഭക്തിയുള്ളവരെയും തിരിച്ചറിയുവാൻ പഠിക്കണം. എല്ലാ മാധുര്യ വാക്കുകളും സത്യസന്ധതയുടെ തെളിവല്ല. എല്ലാ വിനയപ്രകടനങ്ങളും വിനയത്തിൻ്റെ അടയാളവുമല്ല. നാം മനുഷ്യരുടെ വാക്കുകളെ മാത്രമല്ല, അവരുടെ ഫലങ്ങളെയും ഉദ്ദേശങ്ങളെയും പരിശോധിക്കുവാൻ പ്രാപ്തരാകേണ്ടതാണ്. കർത്താവായ ദൈവമേ, വല്ലാത്ത ചതിക്കുഴികൾ ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിലുണ്ട്. വഞ്ചിക്കുന്ന മനുഷ്യരുണ്ട്, വശീകരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കെണിയിൽപ്പെടാതെ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം വിടുവിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.